ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സനൂഫ്. ചൈനയുടെ ഏറ്റവും വലിയ ഒരു ഡ്രീമാണ് അവരുടെ ക്യുങ് ഡൈനസ്റ്റിയെ തിരികെ കൊണ്ടുവരിക എന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ടിബറ്റിനെ അവര് ഇൻവൈറ്റ് ചെയ്തത്. സോ ഇങ്ങനെ ഇരിക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചൈനയുടെ ടിബറ്റ് വിഷയത്തില് കടുത്ത എതിർപ്പുമായിട്ട് അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട്. അമേരിക്ക മാത്രമല്ല, 5 വയസ്സും ചൈനയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇവർക്കെതിരെയും ചൈന ശക്തമായിട്ട് അവരുടെ നിലപാട് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ജിയോ പൊളിറ്റിക്സില് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ടിബറ്റിന്റെ വിഷയത്തിന്റെ പേരിൽ വന്നിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളെ പറ്റിയാണ് ഈ ഒരു വീഡിയോയില് വിശദമായി സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. എന്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ജോ ബൈഡൻ ഇലക്ഷൻ ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു, അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റ് ആയിട്ട് താൻ മാറുകയാണെങ്കിൽ ടിബറ്റിന്റെ വിഷയം ഇന്റർനാഷണൽ ബോഡീസിൽ സംസാരിക്കുമെന്നും ദലൈലാമയെ നേരിട്ട് കാണുമെന്നും. സോ ലേറ്റസ്റ്റ് ആയിട്ട് ട്രംപ് അദ്ദേഹത്തിന്റെ ഭരണം കഴിയുന്നതിന് മുൻപായിട്ട് തന്നെ ഈ ടിബറ്റ് വിഷയത്തിൽ വളരെയധികം ഒരു സുപ്രധാനമായ കാൽച്ചുവട് എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ടിബറ്റിന്റെ പ്രവാസത്തിലുള്ള ഗവൺമെന്റ് എന്ന് പറയുന്ന CT, സെൻട്രൽ ടിബറ്റ് അഡ്മിനിസ്ട്രേഷൻ, ഇതിന്റെ പ്രസിഡന്റായിട്ട് വിശേഷിപ്പിക്കുന്ന ലോപ്സോം സാംഗയെ വൈറ്റ് ഹൗസിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വൈറ്റ് ഹൗസിൽ ഒരു വിസിറ്റ് നടത്തിയിട്ടുണ്ട്. ഈ ടിബറ്റിന്റെ വിഷയത്തില് അമേരിക്കയുടെ റെപ്രസെന്റേറ്റീവുമായിട്ട് അദ്ദേഹം സംസാരിച്ചതായിട്ടും മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വാർത്തയ്ക്ക് എന്താണ് ഇത്ര വലിയ ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ 60 വർഷത്തിൽ ആദ്യമായിട്ടാണ് ടിബറ്റിന്റെ ഒരു പ്രസിഡന്റായിട്ട് കണക്കാക്കുന്ന വ്യക്തി അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ ഒരു വിസിറ്റ് നടപ്പാക്കുന്നത്. ഈ വിസിറ്റ് മാത്രമല്ല, അമേരിക്ക കഴിഞ്ഞ 1 വീക്കായിട്ട് തന്നെ ചൈനയ്ക്കെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിൽ 2 റെസൊല്യൂഷൻസ് കൊണ്ടുവന്നിരുന്നു. ഇതിലെ ഒന്നാമത്തെ റെസൊല്യൂഷൻ ബൈപാർട്ടീഷ്യൻ റെസൊല്യൂഷൻ ഓൺ ടിബറ്റ് എന്നാണ്. അതായത് ടിബറ്റിന്റെ അവരുടെ ആത്മീയത, അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളുടെ ആ ജീവിതശൈലി, ഇതിനെല്ലാം അംഗീകരിക്കുന്നതും ദലൈലാമ സമാധാനത്തിനായിട്ട് നടത്തിയ ശ്രമങ്ങളെ അംഗീകരിക്കുന്നതുമായിട്ടുള്ള റെസൊല്യൂഷനാണ് ആദ്യം US-ന്റെ ഈ ഒരു ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കൂടാതെ ഹോങ്കോങ് വിഷയത്തിലും അവിടെ നടക്കുന്ന മനുഷ്യാവകാശ നിയമങ്ങൾക്കെതിരായിട്ടുള്ള ലംഘനങ്ങളെ പറ്റിയിട്ടും ഈ ഒരു ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിൽ സംസാരം നടത്തിയിട്ടുണ്ട്. ഈ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നതിനൊപ്പം തന്നെ US-ലെ ടോപ്പ് ആയിട്ടുള്ള ഡിപ്ലോമാറ്റ്സ് പോലും ചൈനയുടെ ഈ ടിബറ്റൻ പോളിസിയെ പറ്റി ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ US-ന്റെ ഒരു ഡിപ്ലോമാറ്റ് പറഞ്ഞ കാര്യമാണ്, അടുത്ത ദലൈലാമയെ തെരഞ്ഞെടുക്കുന്നത് ടിബറ്റിലെ ജനങ്ങളാണ്, അല്ലാതെ ചൈനയല്ല ഈ ദലൈലാമയെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ, ഈ പഞ്ചൻ ലാമ എന്നറിയപ്പെടുന്ന ഒരു പൊസിഷനിലുള്ള വ്യക്തിയുണ്ട്. ഇത് ടിബറ്റിന്റെ ദലൈലാമയെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ പഞ്ചൻ ലാമയെ ചൈന കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്, അതായത് ഈ ടിബറ്റിലെ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ഈ പഞ്ചൻ ലാമ ഫാമിലിയെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിവെക്കുകയും ഈ പഞ്ചൻ ലാമ എന്ന് പറയുന്ന വ്യക്തിയെ ചൈന അവരുടെ കൺട്രോളിൽ വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പഞ്ചൻ ലാമ ഇല്ലെങ്കിൽ അടുത്ത ദലൈലാമയെ കണ്ടെത്താൻ പറ്റില്ല. ചൈന പറയുന്ന അടുത്ത ദലൈലാമയെ ചൈനയ്ക്ക് അറിയാമെന്നാണ്. സോ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചൈന പറയുന്ന ദലൈലാമയെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് US ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, US-ന്റെ കോൺഗ്രസില് ടിബറ്റിനെ മിലിറ്ററി പവർ കൊണ്ട് ഒക്യുപ്പൈ ചെയ്താണ് പറഞ്ഞിട്ട് ഒരു സംസാരം നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ചൈനയുടെ ആ എക്സ്പാൻഷൻ സ്ട്രാറ്റജിക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വന്നപ്പോൾ അമേരിക്ക മെമ്പറായിട്ടുള്ള 5 വയസ്സ് എന്നറിയപ്പെടുന്ന ഇന്റലിജൻസ് ഏജൻസി, അതായത് 5 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഇന്റലിജൻസ് ഗ്രൂപ്പാണ്. ഇതില് ഓസ്ട്രേലിയയും ഒരു മെമ്പറാണ്. സോ ലേറ്റസ്റ്റ് ആയിട്ട് ഈ 5 വയസ്സ് ഹോങ്കോങ്ങിന്റെ വിഷയത്തിൽ അവരുടെ ഒരു എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ എതിർപ്പ് വന്ന സ്പോട്ടിൽ തന്നെ ചൈന അതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ചൈനയുടെ സ്പോക്ക് പേഴ്സൺ പറഞ്ഞ കാര്യമാണ്, 5 വയസ്സിന്റെ കണ്ണുകൾ വലിച്ചെടുക്കുമെന്ന്, അതായത് അതിനെ പറിച്ചെടുക്കുമെന്നാണ് ഈ ഒരു സ്പോക്ക് പേഴ്സൺ പറഞ്ഞിരിക്കുന്നത്. ഈ ഹോങ്കോങ്ങിന്റെ വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ ഇത് വലിയൊരു ഇന്റർനാഷണൽ സെറ്റ് ബാക്കിന് തന്നെ കാരണമാകും തന്നെ പറയാൻ പറ്റും. കാരണം അമേരിക്ക സൗത്ത് ചൈന സീയില് അവരുടെ എക്സ്പാൻഷൻ കൂട്ടാനായിട്ട് ശ്രമിക്കുകയാണ്. അമേരിക്കയുടെ സ്വാധീനം സൗത്ത് ചൈന സീയില് വർദ്ധിച്ചു വരികയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് സൗത്ത് ചൈന സീയില് ഇല്ലീഗലായി നടത്തുന്ന ഫിഷിങ്ങിനെതിരെ അമേരിക്ക ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഇല്ലീഗൽ ഫിഷിംഗ് ഏറ്റവും കൂടുതൽ നടത്തുന്ന രാജ്യം ചൈന തന്നെയാണ്. സോ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ചൈനയ്ക്കെതിരെ അമേരിക്ക നല്ല രീതിയിൽ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഓസ്ട്രേലിയയും അമേരിക്കയ്ക്ക് സപ്പോർട്ടായിട്ട് തന്നെ ചൈനയ്ക്കെതിരെ കടുത്ത നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു.
പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ വിഷയം വന്നപ്പോൾ തന്നെ ഓസ്ട്രേലിയ ചൈനയ്ക്കെതിരെ ആഞ്ഞടിച്ചതാണ്. ഒരു എൻക്വയറി നടത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓസ്ട്രേലിയ രംഗത്ത് വന്നിരുന്നു. അതിനെതിരെ ചൈന ഓസ്ട്രേലിയക്ക് കുറേയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ചൈനയിലോട്ട് കയറ്റുമതി ചെയ്യുന്ന വൈന്, അതുപോലെ ബീഫ്, ഈ ഐറ്റംസിനൊക്കെ ബാൻ ഏർപ്പെടുത്തി ഇതിനെ കൂടുതൽ ടാക്സ് ഈടാക്കുകയും അങ്ങനെ ഓസ്ട്രേലിയയുടെ ഒരു എക്സ്പോർട്ടിനെ തന്നെ മുഴുവനായിട്ട് ബാധിക്കുന്ന രീതിയിൽ ചൈന കുറച്ച് ആക്ഷൻസ് എടുത്തിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് ഇതിലുപരിയായിട്ടുള്ള ഒരു നീക്കവും ചൈന നടത്തിയിട്ടുണ്ട്. അതായത് ഓസ്ട്രേലിയയും ചൈനയും തമ്മിലുള്ള റിലേഷൻഷിപ്പില് വന്നിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുള്ള ഒരു 14 പോയിന്റ്സ് ഓസ്ട്രേലിയയിലെ മാധ്യമങ്ങൾക്ക് ചൈനയുടെ എംബസി, ഓസ്ട്രേലിയയുടെ എംബസി കൈമാറിയിട്ടുണ്ട്. ഇത് ഓസ്ട്രേലിയയെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഈ 14 പോയിന്റ്സിൽ പ്രധാനമായിട്ടും ഈ 5Gയില് ഹുവായിനെ അവോയ്ഡ് ചെയ്തത്, അതുപോലെ തന്നെ ഈ ഒരു കോവിഡിന്റെ വിഷയം വന്നപ്പോൾ അതില് ചൈനയ്ക്കെതിരെ ഓസ്ട്രേലിയ രംഗത്ത് വന്നത്, US-ഉമായിട്ട് സഹകരിക്കുന്നത്, ഹോങ്കോങ്ങിന്റെ വിഷയത്തിൽ ഇടപെടുന്നത്, ഇങ്ങനെ കുറച്ച് കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സൈഡിൽ അത് വായിച്ചു നോക്കാൻ പറ്റും. സോ ഈ ഒരു 14 പോയിന്റ്സും ഓസ്ട്രേലിയയോട് പറയാതെ എന്തുകൊണ്ട് ഓസ്ട്രേലിയ മാധ്യമങ്ങൾക്ക് കൈമാറി എന്ന് പറഞ്ഞിട്ട് ഓസ്ട്രേലിയയുടെ ഡിപ്ലോമാറ്റ്സ് രംഗത്ത് വന്നിരുന്നു. ഈവൻ ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ സ്കോട്ട് മോറിസൺ പറഞ്ഞൊരു കാര്യമാണ്, ഓസ്ട്രേലിയയുടെ രാജ്യ താല്പര്യങ്ങൾക്ക് വിപരീതമായ രീതിയിൽ ഒരു കാര്യവും അവർക്ക് നടപ്പാക്കാൻ പറ്റില്ല എന്നും അവരുടെ സെക്യൂരിറ്റിക്ക് ഭീഷണിയാകുന്നതുകൊണ്ടാണ് യുവായി എന്നറിയപ്പെടുന്ന സ്ഥാപനത്തിന് ഒരു ബാൻ നൽകിയത്. സോ ഓസ്ട്രേലിയയുടെ സോവറിജിനിറ്റിക്ക് പ്രശ്നമായിട്ട് വരുന്ന ഒരു നീക്കവും അവർ നടപ്പാക്കില്ല എന്നും അതൊരു പക്ഷേ ഞങ്ങളുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണറായ ചൈനയെ പ്രകോപിക്കുന്ന രീതിയിലാണെങ്കിൽ പോലും ഞങ്ങൾക്ക് അതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല എന്നാണ് ഓസ്ട്രേലിയ പറഞ്ഞത്. ഇതിനെതിരെ ഗ്ലോബൽ ടൈംസ് ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗ്ലോബൽ ടൈംസ് ഓസ്ട്രേലിയയും അമേരിക്കയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഓസ്ട്രേലിയക്കെതിരെ ചൈന ഇത്രയും ശക്തമായിട്ട് രംഗത്ത് വരാനുള്ള വേറൊരു കാരണം എന്ന് പറയുന്നത്, ഓസ്ട്രേലിയയും ജപ്പാനും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒരു മിലിറ്ററി പാക്ട് സൈൻ ചെയ്തിട്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഓസ്ട്രേലിയക്കും ജപ്പാനും പരസ്പരം അവരുടെ കൺട്രോളുള്ള ബേസ് ആക്സ് ചെയ്യാൻ പറ്റും, അവരുടെ മിലിറ്ററിക്ക് അവരുടെ ബേസിലോട്ട് പോകാൻ പറ്റും. സോ ഈ ഒരു മിലിറ്ററി പാക്ട് സൈൻ ചെയ്തത് ചൈനയെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിട്ട് ഇന്റർനാഷണൽ മീഡിയയിൽ ഒരു വാർത്ത വന്നിരുന്നു. ആ വാർത്ത കണ്ടതുകൊണ്ടായിരിക്കാം ചൈനയ്ക്ക് ഒരു പ്രകോപനം വന്നത്. ചൈന ഇതിനെതിരെയും രംഗത്ത് വന്നിരുന്നു. ഓസ്ട്രേലിയയും ജപ്പാനും ഒരുമിച്ച് ചേർന്നത് ചൈനയെ യാതൊരു തരത്തിലും ബാധിക്കില്ല എന്നൊക്കെയാണ് ചൈന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചൈനയുടെ ഈ നിലപാടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്, ചൈന ഇന്റർനാഷണലി പല പ്രശ്നങ്ങളും ഇനിയുള്ള ദിവസങ്ങളിൽ ഫേസ് ചെയ്യേണ്ടി വരും. ഈ ലഡാക്കില് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇന്റർനാഷണലി അവർക്ക് വലിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിലെ ജിയോ പൊളിറ്റിക്സിനെ മൊത്തത്തിൽ മാറ്റിമറിക്കും തന്നെ നമുക്ക് പറയാൻ പറ്റും. ലേറ്റസ്റ്റ് ആയിട്ട് ഓസ്ട്രേലിയക്ക് ഒരു വാർണിംഗ് ആയിട്ട് തന്നെ ചൈന ഒരു ടോക്ക് നടത്തിയിട്ടുണ്ട്. അതായത് ഓസ്ട്രേലിയ ചൈനയെ ശത്രുവാക്കുകയാണെങ്കിൽ ചൈന ശത്രുവായിട്ട് തന്നെ മാറുമെന്ന്. ഇതൊക്കെ കൂടെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, ചൈനയ്ക്ക് ഇപ്പോൾ കടുത്ത ഒരു അമർഷം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മലബാർ നേവൽ എക്സൈസ് സമാപിച്ചിരുന്നു. ഈ മലബാർ നേവൽ എക്സൈസിൽ ഈ നേവൽ പവർ 4 രാജ്യങ്ങളും ശക്തമായിട്ട് അവിടെ പ്രകടിപ്പിച്ചപ്പോൾ തന്നെ ചൈനയ്ക്ക് അത് വലിയൊരു തിരിച്ചടിയായിരുന്നു. ഇതിനെതിരായിട്ട് ചൈന അവരുടെ കയ്യിലുള്ള ഒരു ബാലിസ്റ്റിക് മിസൈലൊക്കെ ടെസ്റ്റ് ചെയ്ത് കാണിച്ചിരുന്നു. ഈ ടെസ്റ്റ് നടത്തി തന്നെ മലബാർ നേവൽ എക്സൈസിന് ഒരു എതിർപ്പുമായിട്ട് ചൈന നടപ്പാക്കിയതാണ്. സോ ഓവറോൾ ആയിട്ട് പറയണമെങ്കിൽ ചൈന ഈ പ്രശ്നങ്ങൾ വേറെ തരത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ എന്തായാലും വലിയൊരു ഇന്റർനാഷണൽ പൊളിറ്റിക്സിലെ ചേഞ്ചസിന് തന്നെ കാരണമാകുമെന്ന് പറയാം. അമേരിക്കയിലെ അടുത്ത പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ചൈനയുമായിട്ടുള്ള റിലേഷൻഷിപ്പില് മാറ്റം വരിക എന്നത് കാലം തന്നെ നമുക്ക് ഉത്തരം നൽകേണ്ടതാണ്. സോ ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ജയ് ഹിന്ദ്.